ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഡിറ്റിംഗ് ആൻഡ് ടാക്സേഷൻ ബികോം ഫൈനൽ ഇയറിലെ ഓഡിറ്റിംഗ് ആൻഡ് ടാക്സേഷൻ എന്നുള്ള ഭാഗമാണ്. അതിൽ ഇന്ന് നമുക്ക് ഓഡിറ്റിംഗ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓഡിറ്റിങ്ങിൽ നമുക്ക് 5 ചാപ്റ്ററുകളാണ് നൽകിയിട്ടുള്ളത്. അതിലൊന്നാമത് ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ്, രണ്ടാമത്തത് ഓഡിറ്റ് പ്രൊസീജിയർ, തേർഡ് മൊഡ്യൂൾ വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ഫോർത്ത് മൊഡ്യൂൾ ഓഡിറ്റ് ഓഫ് ലിമിറ്റഡ് കമ്പനീസ് ആൻഡ് ലാസ്റ്റ് ഓഡിറ്റിംഗിലെ ചാപ്റ്റർ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റ് ടെക്നിക് CAAT. ഇങ്ങനെ 5 ചാപ്റ്ററുകളിലായിട്ടാണ് ഓഡിറ്റിംഗ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു റിവിഷൻ നമുക്ക് ഇന്ന് നടത്താവുന്നതാണ്. എല്ലാവരും ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അന്നേരം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കെന്നാൽ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ്. എന്താണ് ഓഡിറ്റിംഗ്? ഈ ഓഡിറ്റിംഗ് എന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് വാട്ട് ഈസ് മീൻ ബൈ ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ ഓഡിറ്റിംഗിൻ്റെ ഒരു ഡെഫിനിഷൻ. അതായത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഓഡിറ്റിംഗ് മീൻസ് ആൻ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് ദ റിലേറ്റീവ് ഡോക്യുമെൻ്ററി എവിഡൻസ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ക്വാളിഫൈഡ് പേഴ്സൺ in order to ascertain the accuracy of the figure appearing therein. അതായത് നമ്മൾ സാധാരണ എല്ലാ സ്ഥാപനങ്ങളിലും അവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവാറുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും വർഷാവസാനവും സാധാരണ രീതിയിൽ ഓഡിറ്റിങ്ങും ചെയ്യാറുണ്ട്. അതായത് കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്താണ് കമ്പനി ഓഡിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. നമുക്ക് ഈ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആക്ട്, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഒരു കമ്പനീൻ്റെ ഓഡിറ്റിംഗ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു അക്കൗണ്ടന്റ് ഉണ്ടാകും. ഈ അക്കൗണ്ടന്റ് ചെയ്ത കണക്കുകളും മറ്റൊക്കെ എല്ലാ വർഷവും അതിൻ്റെ അവസാനം ഇയർ എൻഡിങ്ങിൽ, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ, നമ്മുടെ ഇയർ എൻഡിങ് എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു വർഷം. ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ 2020 ഏപ്രിൽ 1 ആരംഭിച്ച് അടുത്ത വർഷം 2021 മാർച്ച് 31 അവസാനിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ, ആ ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ചില രാജ്യങ്ങളിലൊക്കെ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ബേസിൽ എന്താണെന്ന് കണക്കാക്കി പോരുന്നുണ്ട്. എന്നിരുന്നാലും ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് എന്ത് വേണം? ആ സ്ഥാപനത്തിലെ കണക്കും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് ഈ ഒരു ചെയ്ത കണക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, കമ്പനികളൊക്കെ ആണെങ്കിൽ ICI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ അവർ നടത്തിയ എക്സാമിൽ പാസ്സായ CA കാരണം എന്ത് ചെയ്യുക? എക്സാമിൻ ഓഡിറ്റ് ചെയ്യുക. അതാണ് പറഞ്ഞത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ത് ചെയ്യണം? ഈ വർഷാവസാനം വരെയുള്ള കണക്കുകളൊക്കെ ഡോക്യുമെൻ്ററി, റെസീറ്റും വൗച്ചറൊക്കെ എല്ലാം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഡോക്യുമെൻ്ററി എവിഡൻസുമായി ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആണോ എന്നുള്ളത് എക്സാമിൻ നടത്തുന്ന പരിപാടിക്കാണ് എന്ത് പറയുക? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് അതിൻ്റെ മീനിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഡെഫിനിഷൻ പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു LR Dexy, and audit is an examination of accounting records. അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൻ്റെ എക്സാമിനേഷൻ ആണ്, പരിശോധനയാണ്. അണ്ടർടേക്കൺ വിത്ത് എ വ്യൂ ടു എസ്റ്റാബ്ലിഷിംഗ് വെദർ ദേ കറക്റ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ദ ട്രാൻസാക്ഷൻ ടു വിച്ച് ദേ റിലേറ്റ്. ഓരോരോ ട്രാൻസാക്ഷൻ നടന്നതും അതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് തന്നെയാണോ നടന്നത്, അതിൻ്റെ റെസീറ്റും വൗച്ചേഴ്സും ഒക്കെ എവിഡൻസുമായിട്ട് ചേർത്ത് നോക്കി എല്ലാം കൃത്യമായ രീതിയിൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനാണ് എന്ത് പറയുന്നത്? സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ്, എക്സാമിനേഷനാണ് എന്ത് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു മീനിങ്ങും അതുപോലെ തന്നെ ഒരു ഡെഫിനിഷനും നിർബന്ധമായി പഠിച്ചു വെക്കണം. പിന്നെ ഈ ഭാഗത്ത് നിർബന്ധമായിട്ട് അധികം വർഷങ്ങളിലും വരുന്നതാണ് മറ്റൊന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ്.
ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ഓഡിറ്റിംഗ് ആൻഡ് ഇറ്റ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ സമയത്ത് രണ്ട് തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന് പ്രൈമറി ഒബ്ജക്റ്റും രണ്ടാമത് സബ്സിഡറി ഒബ്ജക്റ്റും. പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ ICAI പറഞ്ഞിരിക്കുന്ന ആ ഒരു റൂൾ അനുസരിച്ച് തന്നെ റെഡിയാക്കുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹാവ് ബീൻ ഡ്രോൺ പ്രോപ്പർലി അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുക, ഇതൊക്കെ റെഡിയാക്കുക. അതാണ് ഏറ്റവും മെയിൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയും. സബ്സിഡറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. നമ്മളെ ഇതിലുള്ള എറേഴ്സുകളൊക്കെ കണ്ടെത്തുക, അത് തടയുക, അതാണ് ഒന്ന്. സബ്സിഡറി ഒബ്ജക്റ്റീവ്സിലെ രണ്ടാമത്തതാണ് എന്ത്, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. തട്ടിപ്പുകൾ കണ്ടെത്തുക, തടയുക. ഒന്ന് പറഞ്ഞു. ഒന്നാമത്തത് പ്രൈമറി ഒബ്ജക്റ്റീവ്സ്, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുക, ഉണ്ടാക്കുക, അതാണ് ഒന്നാമത്. രണ്ടാമത് സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് രണ്ട് തരത്തിലുണ്ട്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡും ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും. എറേഴ്സുകളും ഫ്രോഡുകളും കണ്ടെത്തുക, അത് തടയുക എന്നുള്ളതാണ് എന്ത്, സബ്സിഡറി ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. അതിൽ നമ്മൾക്ക് എറേഴ്സ് കൃത്യമായിട്ട് എറേഴ്സ് എന്താണെന്നുള്ള രീതിയിലുള്ള അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിയൊക്കെ ഇതിൽ നടത്തേണ്ടതുണ്ട്. അതായത് പിന്നെ എറേഴ്സ് എന്ന് പറയുന്നത് രണ്ട് വിധം എററുകളാണുള്ളത്. ഒന്ന് ക്ലറിക്കൽ എററും മറ്റൊന്ന് ക്ലറിക്കൽ എററാണ്, മറ്റൊന്ന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. ആ ക്ലറിക്കൽ എററിൽ മൂന്ന് വിധം നമ്മൾ ക്ലർക്കിന് വരുന്ന എറർ, അതാണ് ക്ലറിക്കൽ എറർ എന്ന് പറയുന്നത്. മറ്റേത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പാളിൽ വരുന്ന പിന്നെ തത്വങ്ങളിൽ വരുന്ന എറേഴ്സ്, അതാണ് രണ്ട് തരത്തിലുള്ളത്. അതിൽ ക്ലറിക്കൽ എററിനെ നമ്മൾ വീണ്ടും മൂന്നായി തരംതിരിക്കുകയാണ്. ഒന്ന് എറേഴ്സ് ഓഫ് ഒമിഷൻ, രണ്ടാമത്തത് എറേഴ്സ് ഓഫ് കമ്മീഷൻ, മൂന്നാമത്തത് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഈ മൂന്ന് രീതിയിലുള്ള എററുകൾ എന്താ എറേഴ്സിന്റെ ഭാഗത്ത് നോക്കാനുള്ളത്. രണ്ട് തരം എറേഴ്സുകളുണ്ട്, അതിന്റെ ഡീറ്റെയിൽ സ്റ്റഡി ഒക്കെ നോക്കണം. അതുപോലെ തന്നെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, അതിലും നമ്മൾക്ക് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതായത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിന്റെ എന്ത് ചെയ്യുക, ഇടപാടുകളിൽ നിന്നും പിന്നെ തെറ്റിദ്ധാരണകൾ വരുത്തുന്നത്, അതൊക്കെ എന്ത് ചെയ്യണം, തടയുക എന്നുള്ളതാണ്. പിന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൽ വരുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെ ചെയ്യുക, അതൊക്കെ തടയുക. അത് കണക്ക് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ടിലുള്ള മാനിപ്പുലേഷനുകൾ അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഫ്രോഡിന്റെ ഭാഗത്ത്. അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് അധികം വരുന്നതാണ്. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷനാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരു 4 പോയിന്റ് വീതം അഡ്വാൻറ്റേജസും ലിമിറ്റേഷനും പഠിച്ചു വെക്കുന്നത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസും ക്വാളിഫിക്കേഷനും നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. അതായത് നമ്മളെ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതായത് ഒന്ന് പേഴ്സണൽ ക്വാളിഫിക്കേഷൻ, പേഴ്സണലായിട്ട് ആയിട്ടുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ. രണ്ടാമത്തത് പ്രൊഫഷണൽ ആയിട്ടുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ. മൂന്നാമത്തത് പ്രൊഫഷണൽ ആയിട്ടുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. ഈ മൂന്ന് സാധനങ്ങളും എന്താക്കണം, ഓരോരോ ഓഡിറ്റർക്കും ഉണ്ടായിരിക്കണം. അതിലൊന്നാമതാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറയും. അതിൽ നമ്മൾ ഒന്നാമത് പറഞ്ഞു എന്ത്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ICAI നടത്തുന്ന CA എക്സാമിനേഷൻ 1949 പിന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം തന്നെ CA എക്സാം പാസ്സായ ആളുകളാണെന്നുണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒക്കെ ഓഡിറ്റിംഗ് ചെയ്യേണ്ടത്. അതാണ് അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ എന്ത് വേണം, പ്രൊഫഷണൽ ക്വാളിറ്റീസ്, കംപ്ലീറ്റ് നോളജ് ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്, നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, ആ രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ട് കുറച്ച് ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന്. പിന്നെ അതാണ് പേഴ്സണൽ ക്വാളിറ്റീസ്, കുറച്ച് പേഴ്സണൽ ക്വാളിറ്റീസും പറയുന്നുണ്ട്. ഹി ഷുഡ് ബി ഹോണസ്റ്റ്, ഹി മസ്റ്റ് ബി വെരി കോഷ്യസ് ആൻഡ് വിജിലൻറ്റ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് ക്വാളിഫിക്കേഷനും പേഴ്സണൽ ക്വാളിറ്റീസും എന്താക്കുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതാണ് കുറേ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് 1 വെയിറ്റേജിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മൾ ഓഡിറ്റിങ്ങിനെ വ്യത്യസ്തമായ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാണ്, തരംതിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്.
കോപ്പറേറ്റീവ് സൊസൈറ്റി അതായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെയുള്ള ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കമ്പൽസറി വണ്ണാണ്. അങ്ങനെ അതെന്ത് പറയും, നിയമപ്രകാരമുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയും. രണ്ടാമതാണ് പ്രൈവറ്റ് ഓഡിറ്റ്, മൂന്നാമത്തെയാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഓഡിറ്റ്, ഗവൺമെന്റ് ഓഡിറ്റ് എന്ന് പറയും. അത് നമുക്ക് ഒന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ആ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അതായത് കമ്പനി ഓഡിറ്റ്, കമ്പനികളുടെ ഓഡിറ്റ് ഒക്കെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം അംഗീകരിച്ചുള്ളതാണ്, ചെയ്യേണ്ടതാണ്, കമ്പൽസറി വണ്ണാണ്. അതുപോലെ തന്നെ ട്രസ്റ്റ് അക്കൗണ്ടിൻ്റെത്, അതുപോലെ തന്നെ ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പിന്നെ കമ്പനീസ് ട്രസ്റ്റ്, പിന്നെ കോപ്പറേറ്റീവ് ബോഡീസ് അവരൊക്കെ നിർബന്ധമാണ്. അതാണ് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഒക്കെ എന്താണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പിന്നെയാണ് പ്രൈവറ്റ് ഓഡിറ്റ്, അതായത് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, സ്വന്തം നമ്മൾ സ്ഥാപനം നടത്തുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ ഇതിലൊക്കെ എന്താണ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഓഡിറ്റ് ചെയ്താൽ മതി, പ്രൈവറ്റ് ഓഡിറ്റ്. പിന്നെ ലാസ്റ്റ് മൂന്നാമത്തതാണ് എന്ത്, പിന്നെ ഗവൺമെന്റ് ഓഡിറ്റ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള ഓഡിറ്റ്. ഗവൺമെന്റ് ഓഡിറ്റ് മീൻസ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓഫീസേഴ്സ്, ഗവൺമെന്റ് കമ്പനീസ് ആൻഡ് ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത് എന്ത് പറയും, ഗവൺമെന്റ് ഓഡിറ്റ് എന്ന് പറയും. ഇന്റേണൽ ഓഡിറ്റ് വൺ വെയിറ്റേജിനൊക്കെ ഇതിന് ശേഷമുള്ള പാഠത്തിലുള്ള അവസാന ഭാഗങ്ങളൊക്കെ വൺ വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്, അതവിടെ ഒരു ഡെഫിനിഷൻ അവസാന ഭാഗത്ത് തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു പ്രൊഫസർ വാൾട്ടർ ആൻഡ് മേഗിസ്, internal auditing consists of a continuous critical review of a financial and operating activities by a staff or auditors functioning as full-time salaried employee. നമ്മുടെ സ്ഥാപനത്തിൽ സാധാരണ രീതിയിൽ ഫുൾ ടൈം സാലറി ഒക്കെ കൊടുത്തിട്ട് നമ്മളെ കമ്പനീൻ്റെ അണ്ടറിൽ നിർത്തിക്കുന്ന ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ത് പറയാ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയാം. നമ്മൾ കമ്പനി ഓഡിറ്റൊക്കെ സാധാരണ രീതിയിൽ പുറത്തുനിന്ന് ഒരു CA കാരൻ വന്നിട്ട് അയാളാണ് ചെയ്യുക. അതിന് പുറമെ നമ്മുടെ പിന്നെ കമ്പനി സാലറി കൊടുത്തിട്ടൊക്കെ ഒരാൾ തന്നെ എന്ത് ചെയ്യും, ഓഡിറ്റ് വർക്കൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരാളെ ഫുൾ ടൈം സാലറിയുടെ എംപ്ലോയിനെ എന്ത് ചെയ്യും, നിയോഗിക്കും. അത്തരത്തിൽ കമ്പനിയുടെ അണ്ടറിൽ തന്നെ നടക്കുന്നതിന് എന്താ പറയുക, പിന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം ഇന്റേണൽ ഓഡിറ്റും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരമുള്ളതാണ്. അത് ആരാണ് അവരെ നിയമിക്കുക, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് മറ്റൊക്കെയാണ് നിയമിക്കുക. പിന്നെ ഇന്റേണൽ ഓഡിറ്റർ നയിക്കുന്നത് ആരാ, മാനേജ്മെന്റ് ആണ് നിയമിക്കുക. ആ രീതിയിലുള്ള ഡിഫറൻസ് നമ്മളൊന്ന് നോക്കി വെക്കണം, വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻട്രിയം ഓഡിറ്റ്, ഇടക്കാല ഓഡിറ്റ് എന്ന് പറയും, വൺ വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ളതാണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിലുള്ള ഓഡിറ്റ് ചിലപ്പം വർഷങ്ങളിൽ ആയിരിക്കും നടക്കുക. അതിന് പുറമെ ചില സ്ഥാപനങ്ങളിൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി ഒക്കെ എന്തുണ്ടെങ്കിലും ഓഡിറ്റിംഗ് വർക്ക് നടക്കും. അങ്ങനെ നടക്കുന്നതിന് എന്താ പറയുക, കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയും. അവിടെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. പിന്നെ അക്കോർഡിംഗ് ടു JR Batley-Bond, a continuous or detailed audit involves a detailed examination of all the transactions by the auditor attending at the regular interval, say weekly, fortnightly or monthly during the whole period of the trading. ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മാസത്തിലോ പിന്നെ ദിവസത്തിലോ പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയി നടത്തുന്ന ഓഡിറ്റിനാണ് എന്ത് പറയുക, കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയാം. പിന്നെ ഈ ഭാഗത്ത് നോക്കാനുള്ളതാണ് എന്താണ് ഫൈനൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ്. ആനുവൽ ഓർ പീരിയോഡിക്കൽ ഓഡിറ്റ് ഈസ് ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഓർ ട്രേഡിംഗ് പീരിയഡ് വെൻ ദ ഫിനാൻഷ്യൽ അക്കൗണ്ട് ആർ പ്രിപ്പയർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ വർഷം അവസാനം നിർബന്ധമായിട്ടും കമ്പനികളിലൊക്കെ ചെയ്യേണ്ട ഓഡിറ്റാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഓഡിറ്റാണ് എന്ത് പറയുക, ഇയർ എൻഡിങ്ങിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ നടത്തുന്ന ഓഡിറ്റാണ് എന്ത് പറയുക, ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയാം. അതേപോലെ പിന്നെ കോസ്റ്റ് ഓഡിറ്റ് എന്താണ്, അതുപോലെ തന്നെ പിന്നെ ഈ ഭാഗത്ത് വരാൻ സാധ്യതയുള്ളതാണ് എന്താണ് മാനേജ്മെന്റ് ഓഡിറ്റ്, എന്താണ് സോഷ്യൽ ഓഡിറ്റ്. ഇതൊക്കെ വൺ വെയിറ്റേജിന് സാധാരണ രീതിയിൽ വരാൻ സാധ്യതയുള്ളതാണ്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടും. ഇത്രയാണ് ഒന്നാം ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഈ ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ളത് ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിൽ കുറേ തരം ഇൻട്രിയം ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, കണ്ടിന്യൂസ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, അതുപോലെ തന്നെ കുറച്ച് ഓഡിറ്റുകൾ പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ വൺ വെയിറ്റേജിനും ചില സമയത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ 2 വെയിറ്റേജിനും വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. രണ്ടാമത് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ, ഓഡിറ്റ് പ്രൊസീജിയർ. ഓഡിറ്റ്, നമ്മളൊരു ഓഡിറ്ററൊക്കെ എങ്ങനെയാണ് ഓഡിറ്റർ ഉണ്ടായിരിക്കുന്നത്, ക്വാളിഫിക്കേഷൻ എന്താണ്, ക്വാളിറ്റീസ് എന്താണെന്നൊക്കെ നോക്കി. ഇനി പലതരം ഓഡിറ്റുകൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ എന്താണ് നോക്കുന്നത്, ഈ ഓഡിറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒരു ഓഡിറ്റ്, അത് ഈ ഭാഗത്ത് അധികം എസ്സേക്ക് പല വർഷവും ചോദിച്ചിട്ട് വേണ്ടതാണ് പ്രിലിമിനറി സ്റ്റെപ്സ് ആൻഡ് ഓഡിറ്റിംഗ്. ഈ ഒരു ഓഡിറ്റിങ്ങിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്പ് ഓഫ് ആൻ ഓഡിറ്റർ, അതിൻ്റെ ഓഡിറ്ററുടെ പ്രിലിമിനറി സ്റ്റെപ്പ് എന്താണ്, ആ സ്റ്റെപ്സ് അധികം ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഭാഗത്തിന് തന്നിട്ടുണ്ട് പ്രിലിമിനറി സ്റ്റെപ്സ്, പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ് എന്നുള്ള ഭാഗത്ത് തന്നിട്ടുണ്ട്. അതിലുള്ള പോയിന്റ് ഒരു 10ഓളം പോയിന്റുകൾ നമുക്ക് കൃത്യമായി പഠിച്ചാൽ 4 വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ളതാണ്. ലെറ്റർ ഓഫ് അപ്പോയിൻമെന്റ്, ആദ്യം ഓഡിറ്റർ തന്നിട്ട് ഒരു ലെറ്റർ ഓഫ് അപ്പോയിൻമെന്റ് കിട്ടണം. അക്വയർ നോളജ് അബൌട്ട് ദി ബിസിനസ് ആൻഡ് ഇറ്റ്സ് നാച്ചർ, രണ്ടാമത്തത്. മൂന്നാമത് വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെന്റ്സ്, അതിലെ കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. മൂന്നാമത്തത് വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെന്റ്സ്. നാലാമത്തത് ഹി ഷുഡ് ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഓൾ ബുക്സ് മെയിൻറ്റെയിൻഡ്, ഏതൊക്കെ ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നോക്കണതിന്. എക്സാമിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം, ഏത് രീതിയിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, എക്സാമിൻ്റെ സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക് നടത്തിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുക. ഏഴാമത്തത് ഗോ ത്രൂ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ എന്ത് ചെയ്യുക, അതിലേക്കൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഇൻസ്ട്രക്ഷൻ ടു ദ ക്ലയന്റിന് വേണ്ട ഇൻസ്ട്രക്ഷൻസുകൾ കൊടുക്കുക. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം തുടങ്ങുന്നതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്, ഓഡിറ്റിങ്ങിന്റെ വർക്കൊക്കെ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. നമ്മളൊരു കമ്പനിയിൽ ഒരു ഓഡിറ്ററെ നിയമിച്ചാൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ പ്രിലിമിനറി സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ 4 വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി എന്താണ് ഓഡിറ്റ് 2-3 ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം, എന്താണ് ഓഡിറ്റ് നോട്ട് ബുക്ക്, എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഈ 2-3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് 2 വെയിറ്റേജിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്, എന്താണ് ഓഡിറ്റ് നോട്ട് ബുക്ക്, എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. അതിൽ ഓഡിറ്റ് നോട്ട് ബുക്കിൻ്റെ കണ്ടന്റും ചില സമയങ്ങളിലൊക്കെ, എന്താണ് ഓഡിറ്റ് നോട്ട് ബുക്കും അതിലെ കണ്ടന്റും ചില സമയത്തുകളൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അതും ഒന്ന് കെയർ ചെയ്യേണ്ടതാണ്. അത് പിന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ് ഇന്റേണൽ ചെക്ക് 1 വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അതിലെല്ലാം ടെക്സീഡ് സച്ച് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ബുക്ക് കീപ്പിംഗ് റൊട്ടീൻ ദാറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ആർ ഓട്ടോമാറ്റിക്കലി പ്രിവെന്റഡ് ഓർ discovered by the very operation of bookkeeping itself. ഇന്റേണൽ ചെക്ക് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ അത് പഠിക്കണം. പിന്നെ ഈ ഭാഗത്ത് പഠിക്കാനുള്ളതാണ് ഇന്റേണൽ കൺട്രോൾ എന്താണുള്ളത്. ഇതൊക്കെ 1 വെയിറ്റേജിനാണ് സാധ്യത വരാറുള്ളത്. ഇറ്റ് ഈസ് ആൻ ഓവറോൾ പ്ലാൻ ഫോർ ഇന്റേണൽ മാനേജ്മെന്റ്. ആ രീതിയിലുള്ള ഒരു ഇന്റേണൽ കൺട്രോളിന്റെ മീനിങ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പിന്നീട് വരാൻ സാധ്യതയുള്ളതാണ് 1 വെയിറ്റേജിന് ടെസ്റ്റ് ചെക്കിംഗ്. എന്താണ് ടെസ്റ്റ് ചെക്കിംഗ്? പ്രൊഫസർ മേക്സ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. ടെസ്റ്റ് ചെക്കിംഗ് മീൻസ് ടു സെലക്ട് ആൻഡ് എക്സാമിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസ്. നമ്മൾ സാധാരണ കുറേ ആളുകളിൽ നമ്മളിപ്പം COVID-19 ഒക്കെ ടെസ്റ്റ് നടത്തുമ്പം സിമിലർ ആയിട്ടുള്ള കുറേ ആളുകളിൽ എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഒരാളെടുക്കുക. എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതായത് നമ്മൾ മധുരം ഉണ്ടോ നോക്കാൻ വേണ്ടി കുറച്ച് ഭാഗങ്ങളെടുത്ത് എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളതിന് എന്ത് ചെയ്യും, അതിന് മധുരം ഉണ്ടെന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് ചെയ്യും. ആ രീതിയിൽ കുറേ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നെടുത്തിട്ട് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അതിനെന്താ പറയുക, ടെസ്റ്റ് ചെക്കിങ്. രണ്ടാമത് റോട്ടീൻ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് എന്താ പറയും, റോട്ടീൻ ചെക്കിംഗ്. അതും 1 വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ളതാണ്. അതും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഈ ചാപ്റ്ററിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് എന്താണ് വൗച്ചിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്. എന്താണ് വൗച്ചിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ് നോക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് എന്താണ് വൗച്ചർ, ടൈപ്സ് ഓഫ് വൗച്ചർ. വൗച്ചർ എന്ന് പറഞ്ഞാൽ വൗച്ചർ ആർ ദ ഡോക്യുമെന്ററി ഓർ അതർ എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് എൻട്രീഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കുറേ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബുക്സ് പിന്നെ അക്കൗണ്ടിന് ട്രാൻസാക്ഷന് അതിൻ്റെ ഒക്കെ എവിഡൻസിനാണ് എന്ത് പറയുന്നത്, നമ്മൾ
ഡോക്യുമെന്ററി ഓർ അതർ എവിഡൻസിനാണ് ട്രാൻസാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസിനാണ് എന്ത് പറയാ, വൗച്ചർ എന്ന് പറയുന്നത്. ആ വൗച്ചർ എന്ന് പറയുന്നതിന്റെ ടൈപ്സ്, പ്രൈമറി വൗച്ചേഴ്സ് ഉണ്ട്, കൊളാക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി വൗച്ചർ, 2 ടൈപ്സ് വൗച്ചർ ഉണ്ട്. അതും എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ പഠിക്കണം. പ്രൈമറി വൗച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിട്ടേൺ എവിഡൻസ് ഇൻ ഒറിജിനൽ ഈസ് സെഡ് ടു ബി ദ പ്രൈമറി വൗച്ചർ, എക്സാമ്പിൾ ഇൻവോയ്സ് ഓർ ഫോർ എ പർച്ചേസ്. അതാണ് സെക്കൻഡറി വൗച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോപ്പി. പ്രൈമറി വൗച്ചറിന്റെ കോപ്പിനെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡറി വൗച്ചർ എന്ന് പറയുന്നത്. ആ രീതിയിൽ ടൈപ്സ് ഓഫ് വൗച്ചർ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. പിന്നെ അതേപോലെ എക്സാമ്പിൾസ് ഓഫ് വൗച്ചർ ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. അതൊക്കെ എക്സാമിന് ചിലപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് എസെൻഷ്യൽ ഓഫ് എ വാലിഡ് വൗച്ചർ. ഒരു വാലിഡ് വൗച്ചറിന്റെ എസെൻഷ്യൽസുകൾ 4 വെയിറ്റേജിന് ചോദിച്ചു കാണാറുണ്ട്. 5-6 പോയിന്റുകൾ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തൽ അത്യാവശ്യമാണ്. ദ അതോറിറ്റി ഓഫ് ദി വൗച്ചർ, ദ ഒതന്റിസിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻ, ദ ജെന്യൂനസ് ഓഫ് ദി വൗച്ചർ, ദ പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻറ്റു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ആ രീതിയിലുള്ള 6 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി 4 വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ളതാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ എന്നുള്ളത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് പ്രിലിമിനറി സ്റ്റെപ്സ് ആണ്. അതുപോലെ തന്നെ 2-3 ടേംസ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, ഓഡിറ്റ് പ്രോഗ്രാം, അതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ കണ്ടന്റും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ എന്താണ് വൗച്ചറിൻ്റെ ടൈപ്സ്, അതൊക്കെ നോക്കി വെക്കുക. ഈ മൂന്നാം ചാപ്റ്റർ വാരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 ടേംസ് ആണ്. ഒന്ന് നമ്മൾ പഠിച്ചു നേരത്തെ വൗച്ചിങ് എന്നുള്ളത്. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളുള്ള ട്രാൻസാക്ഷൻ അതിൻ്റെ എവിഡൻസുമായിട്ട് എന്ത് ചെയ്യുക, ഡോക്യുമെന്ററി എവിഡൻസുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്, എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇനി പുതുതായി 2 ടേംസ് കൂടി പഠിക്കാനുണ്ട്. എന്താണ് വെരിഫിക്കേഷൻ, എന്താണ് വാല്യുവേഷൻ. വാല്യുവേഷൻ പിന്നെ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ അത് ഡോക്യുമെന്ററി എവിഡൻസുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്യണം. പക്ഷെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് മാത്രം പോരാ, എന്ത് വേണം, അതിൽ ഫിസിക്കൽ ആയിട്ടുള്ള അത് വെരിഫിക്കേഷൻ മീൻസ് ടു പ്രൂവ് ദ ട്രൂത്ത് അബൌട്ട് ആൻഡ് ദ കറക്റ്റ്നെസ് ആൻഡ് ഓതന്റിസിറ്റി ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റിന്റെ ലയബിലിറ്റിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. എങ്ങനെ വേണം, അതായത് വെരിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ബോത്ത് ഡോക്യുമെന്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ. ആ വസ്തുക്കളൊക്കെ പോയി നോക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ബെഞ്ച് ഉണ്ടാക്കിയാൽ ആ ബെഞ്ചിന്റെ റേറ്റ് റെസീപ്റ്റിൽ തന്നിട്ടുണ്ട് 1500 രൂപ, പിന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ട് 1500 രൂപ, ഓക്കെ നോക്കി, വൗച്ചിങ് അവിടെ കഴിഞ്ഞു. പക്ഷെ ഇത് മാത്രം നോക്കിയാൽ പോരാ, ആ ബെഞ്ച് എത്രയാണ് ഇപ്പം നിലവിലുള്ളത്. ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷൻ കൂടിയും ഏതിൽ വരുന്നുണ്ട്, വാരിഫിക്കേഷനിൽ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ടേംസ് ആണ് എന്ത്, വാല്യുവേഷൻ. വാല്യുവേഷൻ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് വാരിഫിക്കേഷൻ ഓഫ് അസറ്റ്. അസറ്റ് വാരിഫിക്കേഷനിൽ ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രൽ പാർട്ടാണ് ഇത് വാല്യുവേഷൻ എന്നുള്ളത്. ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് ആസ് എ പാർട്ട് ഓഫ് വാരിഫിക്കേഷന്റെ പാർട്ടാണിത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ടു സീ ദാറ്റ് ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീസണബിളി വാല്യൂഡ്. റീസണബിൾ ആയിട്ടുള്ള അതിൻ്റെ എത്രയാണോ വാല്യൂ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ വാല്യൂ നിർണ്ണയിക്കുന്നതിനാണ് എന്ത് പറയുക, വാല്യുവേഷൻ എന്ന് പറയുക. വാല്യുവേഷൻ, വാരിഫിക്കേഷൻ, വൗച്ചിങ് 3 ടേംസും പഠിക്കുക. അതുപോലെ തന്നെ വാല്യുവേഷൻ, വാരിഫിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായി തന്നിട്ടുണ്ട്. 2 വെയിറ്റേജിന് വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്. കുറേ രീതിയിലുള്ള ഫിക്സഡ് അസറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തൊക്കെ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചതാണ്, വിശദീകരിക്കേണ്ടതില്ല. അത് കണക്ക് വാസ്റ്റിംഗ് അസറ്റ്, ഫിക്ടീഷ്യസ് അസറ്റ്, 1 വെയിറ്റേജിനൊക്കെ ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് SAP, സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ്. എന്താണ് SAP എന്നുള്ളത് പഠിക്കണം. അതായത് SAP എന്ന് പറയുന്നത് ഇഷ്യൂഡ് ദ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ. അതായത് ICAI ആണല്ലോ നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത്. അവർ പറയുന്ന ഒരു ഗൈഡ് ലൈൻ, എങ്ങനെയാണ് അക്കൗണ്ടിങ് നടത്തേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഓഡിറ്റർ എങ്ങനെയായിരിക്കണം, അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഗൈഡ് ലൈൻ തരുന്ന ഒരു ഇതാണ് എന്തോ IC തരുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മൾ SAP എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രിഫേസ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസ്, ഒരു മുഖവുരയാണ്. നമ്മളെ ഒരു ഓഡിറ്റ് എങ്ങനെയായിരിക്കണം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ് ഇത് SAP എന്ന് പറയുന്നത്. ഈ SAPയിൽ തന്നെ കുറേ
പോയിന്റുകൾ പഠിക്കാനുണ്ട്. 2 വെയിറ്റേജിനും 4 വെയിറ്റേജിനും വരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ICAI പുറത്തിറക്കിയ ചാപ്റ്റർ വൈസ് കൃത്യമായ ഇങ്ങനെ ആയിരിക്കണം ഓഡിറ്റിംഗ് എന്നുള്ള കൃത്യമായ ചാപ്റ്റർ വൈസ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഇതിന്റെ ടെക്സ്റ്റിൽ പുറമെ നല്ല നോട്ടുകൾ അവൈലബിൾ ആണ്. അതൊന്ന് നോക്കി പഠിക്കുന്നത് ഉപകാരപ്പെടും. SAP ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിൽ പഠിച്ചത് ഒന്ന് വാല്യുവേഷൻ, വാരിഫിക്കേഷൻ, SAP മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ 1 വെയിറ്റേജ് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് അതുമാണ് ഈ പാഠത്തിൽ വരാൻ സാധ്യതയുള്ളത്. 3 ചാപ്റ്ററുകൾ ഇന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അയക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇന്ന് അവസാനിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.